ശ്രേയസ് കാസർഗോഡ് മേഖല തിരുമേനി യൂണിറ്റ് വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. ശ്രേയസ് കാസർഗോഡ് മേഖല കോർഡിനേറ്റർ ഷാജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി, മഞ്ജു ജെയ്സൺ, സജി തോട്ടത്തിൽ, ലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായി ചാർജ് എടുത്ത ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടിയെ ആദരിച്ചു. കഴിഞ്ഞ നാളുകളിലൂടെ നിങ്ങൾക്കറിയാം, ശ്രേയസ് കണ്ണൂർ കാസർഗോഡ് മേഖലകൾ പിരിഞ്ഞു. കാസർഗോഡ് സ്വതന്ത്രമായ പ്രവർത്തന പന്ഥാവിലേക്ക് കയറി. അതിൽ ഞാനും നളിനാക്ഷനും ഇനിയുള്ള നിങ്ങളുടെ അംഗത്തിന് ഞങ്ങൾ കൂട്ടത്തിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വേറിട്ട പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ജോയിൻ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഞാൻ ആരെ പൊക്കുന്നുമില്ല, താക്കുന്നുമില്ല കേട്ടോ. പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഒന്ന്, ഞാനീ കണ്ടപ്പോൾ എനിക്ക് അയൽക്കൂട്ടത്തിൻ്റെ പേരുകൾ മാത്രമേ അറിയത്തുള്ളൂ. ചെറിയ കാലഘട്ടങ്ങളിലൂടെ ഞാൻ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ തപ്പി നോക്കിയപ്പോൾ 1-2 സംഘങ്ങൾ നല്ല നല്ല വെറൈറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കണ്ടു. അവരുടെ അയൽക്കൂട്ടം എന്ന് പറയുന്നത് മയൂഖം അയൽക്കൂട്ടമാണ്. അതാരാന്ന് എനിക്കറിയില്ല, ആരുടെയാണെന്നും അറിയില്ല. ഈ മയൂഖം അയൽക്കൂട്ടത്തിൻ്റെ 3-4 പ്രവർത്തനം കണ്ടപ്പോൾ അവരെ കാലങ്ങൾക്കനുസരിച്ച് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരു സംഘമാണ്. അതായത് കൃഷി ഓഫീസറെ കൊണ്ടുവരണമെന്ന് അവർ വിചാരിച്ചപ്പോൾ അവർ കൃഷി ഓഫീസറെ കൊണ്ടുവന്ന് പ്രവർത്തനം നടത്തി. അതോടൊപ്പം തന്നെ അങ്ങനെ 2-3 പ്രവർത്തനം, ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല, ഒരു 3-4 പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതാരുടെ വേറെ സംഘത്തിൻ്റെ ഉണ്ട്, 3-4 പ്രവർത്തനമുണ്ട്. ബാക്കി കുറേ സംഘങ്ങൾ നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഓളത്തിൽ അനുസരിച്ച് നീന്താം എന്നുള്ള രീതിയിലാണ് എല്ലാവരും. ബഹുമാനപ്പെട്ട പതിയിൽ സണ്ണിച്ചിട്ടുണ്ട് ഇപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞാൻ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോ കണ്ടുകൊണ്ടാണ്. ചെറുപുഴ ടൗണിൻ്റെ ഫോട്ടോ എടുത്ത് ആകാശ ദൃശ്യത്തിലൂടെ എടുത്ത് ചെറുപുഴയിൽ ഇപ്പോൾ ഏത് പ്രവർത്തനത്തിൻ്റെ മുന്നിലും ആ ഫോട്ടോയുണ്ട്. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഫോട്ടോ ശ്രദ്ധിക്കുന്നതിനാൽ കൂടുതൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതാരെടുത്തു എന്നുള്ളതാണ്. അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് സണ്ണി പതിയിൽ. ശ്രേയസ് എന്ന് പറയുന്ന വലിയ ക്യാൻവാസിൽ അതിൻ്റെ അടിയിൽ ഓരോ അയൽക്കൂട്ടത്തിൻ്റെ പേരെഴുതി ചേർക്കുമ്പോഴാണ് ആ അയൽക്കൂട്ടം എന്ത് ചെയ്തു, അല്ലെങ്കിൽ ശ്രേയസ് എന്ത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഞാനതുകൊണ്ടാണ് അന്ന് തൊട്ടാണ് ഞാൻ ഈ സണ്ണിച്ചേട്ടനെ വളരെ ഇങ്ങനെ നോക്കി കാണുന്നത്. കാരണം എത്രയോ ഫോട്ടോഗ്രാഫർമാർ, എത്രയോ മീഡിയ പ്രവർത്തകർ ചെറുപുഴയുടെയും ചെറുപുഴ പ്രാന്തപ്രദേശത്തുണ്ട്. പക്ഷേ പുള്ളിയുടെ സണ്ണിച്ചേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ, ഒരു സൈൻ ഇട്ട് കൊടുത്തപ്പോൾ അതെല്ലാവരും കണ്ടു. ചെറുപുഴ എന്താണെന്ന് അന്നേരം ഇത് ഇത്രയും വലിയ ടൗൺ ആണോ എന്ന് മനസ്സിലാക്കിയത് അന്ന് ആ ഫോട്ടോയിലൂടെയാണ്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.